അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരല്ലേ നിങ്ങൾ കണ്ടത്. അങ്ങനെ ചോറ് കഴിച്ച ശേഷം പിന്നെ എന്തൊക്കെയാണ് പണികളെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഫാദുക്കുട്ടിക്ക് ഞാൻ ഓൾറെഡി ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈസിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പനിയും ഛർദ്ദിക്കായിരുന്നു കേട്ടോ ഉച്ച തൊട്ട്. അപ്പോൾ അവനവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ പോയത് ടെറസിലേക്കാണ് കേട്ടോ. ഇന്നാണെങ്കിൽ എന്തൊക്കെയോ ഒരു വല്ലാത്ത മടി, ഒന്നും ചെയ്യാനൊന്നും തോന്നില്ല. കിച്ചണൊക്കെ ഒന്ന് നമ്മുടെ ഡോറിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകണം, വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്തോ ഒരു മൂടില്ല. അങ്ങനെ കുറച്ച് വിറകൊക്കെ ഒന്ന് വെയിലത്തിടാനുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ നന്നായിട്ട് കൊണ്ട വിറകല്ലേ, കത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ നമ്മളവിടെ. അപ്പോൾ കുറച്ച് നേരം വെയിലത്തൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ കത്താൻ നല്ലതായിരിക്കുമല്ലോ. കാരണം ഉണങ്ങിയ വിറകാണ് കേട്ടോ, പക്ഷേ മഴ കൊണ്ട ഒരു നനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിറകൊക്കെ വെയിലത്തിട്ട് ഉണങ്ങിയ തുണികൾ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ താഴ്ത്തിക്കും. അപ്പോഴത്തേക്കും ഫൈസിക്കുട്ടിക്ക് ഛർദ്ദിക്കാൻ വരവും ഒക്കെ കൂടെ ആയിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, കുറേ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഒന്നിനും പറ്റിയില്ല. പിന്നെ അവന് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഉപ്പിട്ട് കൊടുത്ത് അവൻ്റെ കൂടെ അങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെയാണ് ലാസ്റ്റ് കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ.